എൻ്റെ പേര് ബെന്നി ജോസഫ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരം ഇടവകയിൽ നിന്നും വരുന്നു. ഇത് എൻ്റെ 4ാമത്തെ ഉടമ്പടിയാണ്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2020 ഇപ്പോൾ എടുത്തിരിക്കുന്ന ഉടമ്പടി പുതുക്കിയത് മാർച്ച് മാസത്തിലാണ്. ഈ മാർച്ച് മാസം പുതുക്കുമ്പോൾ ഞാനൊരു ചെയ്യുന്ന ജോലി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനിയാണ്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലമൊക്കെ വന്ന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി. അപ്പോൾ എനിക്ക് മുന്നോട്ട് വലിയ തുകകളൊക്കെ വേണ്ടി വരുന്നു. മുന്നോട്ട് പോകാൻ വലിയ പ്രതിസന്ധികൾ വന്ന സമയത്ത് വീണ്ടും ഏപ്രിൽ മാസം വന്ന് മാർച്ച് മാസം വന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ ആദ്യം വെച്ചിരുന്ന ഒരു കാര്യം, ഞാനധികം ലോണുകളൊന്നും എടുക്കാതെയാണ് ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. പക്ഷേ പ്രതിസന്ധി വന്നപ്പോൾ എനിക്ക് ലോൺ എടുക്കേണ്ടി വന്നു. ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യത്തിന് വേണ്ടി ഞാൻ പുറപ്പെട്ടപ്പോൾ ഞാൻ മുമ്പ് വെച്ചിരുന്ന ഒരു ഹൗസിംഗ് ലോണുണ്ട്, അത് പുതുക്കിയാൽ മാത്രമേ പുതിയ ലോൺ അനുവദിക്കൂ എന്ന് പറഞ്ഞു. പല ബാങ്കുകളിലും സമീപിച്ചു, എല്ലാവരെയും ലോണ് തരാമെന്ന് പറഞ്ഞു. ഏകദേശം കഴിഞ്ഞ മാർച്ച് മുതൽ ഈ മാർച്ച് വരെ ഞാൻ നടന്നിട്ട് കമ്പനിയുണ്ട്, വേറെ അസറ്റുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാൽ എനിക്ക് ലോണ് കിട്ടുന്നില്ല. ഓരോ ടെക്നിക്കൽ കാരണങ്ങൾ പറഞ്ഞത് മാറ്റി പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ പല കമ്പനികൾക്കൊക്കെ പേയ്മെൻറ്റ് കൊടുക്കേണ്ട വലിയൊരു പ്രതിസന്ധി വന്ന സമയമാണ് ഈ മെയ് മാസം 20 അപ്പം ഞാനിതെന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രതിസന്ധിയിലൂടെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്കറിയാം എന്തെങ്കിലും ഒരു മാർഗം മാതാവ് കാണിച്ചു തരുമെന്നൊരു നല്ലൊരു വിശ്വാസവും ആത്മവിശ്വാസവും ധൈര്യവും എനിക്കുണ്ടായിരുന്നു. എന്ത് പ്രതിസന്ധികൾ വന്ന സമയത്തും ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഏത് സാഹചര്യം വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരാത്മവിശ്വാസവും പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യവും എപ്പോഴും എനിക്ക് കിട്ടുകയും അതിലൂടെ ഓരോ സന്ദർഭങ്ങളിലും വേണ്ട മാതാവിൻ്റെ ഒരു കൃപയോടുകൂടി എങ്ങനെ നമ്മൾ സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്ന് പ്രസ്ഥാനം കമ്പനി നിന്ന് പോകാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ വന്നൊരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലോണ് എടുത്തേ പറ്റൂ, വലിയൊരു തുക കണ്ടെത്തണം, അത് കൊടുത്തേ പറ്റൂ. ഈ മാസം 20 ഇന്നിപ്പോൾ 7 ആയി. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്ക് എപ്പോഴോ ഞാൻ കേട്ട ഒരു കാര്യമുണ്ട്, അതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സ്പെസിഫിക്കായിട്ട് പറയാനിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്കിൽ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് ഞാൻ ഇവിടെ സ്പെസിഫിക്കായിട്ട് പറയുന്നത്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ വഴികളെല്ലാം അടഞ്ഞിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിരിക്കാം, രോഗമായിരിക്കാം, രോഗിയെ ഒരു നല്ലൊരു ഡോക്ടറെ കാണാനായിരിക്കാം, അതിനുള്ളൊരവസരങ്ങൾ മാതാവ് നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ട ഒരു കാരണം പറയുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു ഒറ്റ കാര്യമാണ്, നമുക്കൊരു ഫോൺ കോളുകളായിരിക്കാം നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ ഫോൺ കോളുകളൊക്കെ വന്നാൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം, അത് നെഗ്ലക്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ അച്ഛൻ്റെ എപ്പോഴോ പറഞ്ഞൊരു ടോക്ക് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ വളരെ പ്രതിസന്ധിയോടുകൂടി, ഇപ്പം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് കേട്ടോ, വിഷമിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, 20 ആയിക്കൊണ്ടിരിക്കുന്നു, ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ശനിയാഴ്ച ഏകദേശം ഈ സമയം 1:20 എൻ്റെ ഒരു സുഹൃത്ത്, ലോണ് നടക്കുന്നില്ല, എനിക്ക് ഫണ്ട് 20 കൊടുത്തേ പറ്റൂ, ഒരു സാധ്യതയില്ല, ലോണ് പുതുക്കിയാൽ മാത്രമേ ലോൺ പുതുക്കുന്നതിനുള്ള ഫണ്ട് കണ്ടെത്തിയേ പറ്റൂ. 1:20 20-26 എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എൻ്റെ കൂടെ ദുബായിൽ ഇവിടെ പഠിച്ചിരുന്ന പയ്യൻ ദുബായിലാണ്. എൻ്റെ ഒരു ഭയങ്കര ഫ്രണ്ടൊന്നുമല്ല, വെറുതെ ഒരു ഫോൺ കോൾ. അദ്ദേഹം എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കും, കാര്യങ്ങൾ പറയുന്നു. അപ്പം സാധാരണ ഞാൻ എപ്പോഴും ഹാപ്പിയായിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പം വളരെ വിഷമത്തിൽ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. ഞാനിങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, വൈകിട്ട് എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറയുകയാണ്. ഞാൻ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക്
മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കൃപയാൽ എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ എല്ലാ ലോൺ ക്ലോസ് ചെയ്ത് പുതിയതെടുക്കാനുള്ള എല്ലാ ഫണ്ടും എനിക്ക് അദ്ദേഹം ഇട്ടു തന്നു. മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അച്ഛൻ പറഞ്ഞ ഒറ്റ ടോക്കാണ്. നമുക്ക് ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥയിൽ ഏത് തരത്തിലാണ് മാതാവിൻ്റെ അനുഗ്രഹം നമുക്ക് വരുന്നതെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. ചിലപ്പോൾ ഒരു വ്യക്തികളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോൺ കോളുകളിലൂടെ ആയിരിക്കാം. അങ്ങനെ വന്നൊരു ഫോൺ കോളാണ് എന്നെ ഈ അൾത്താരയിൽ ഇപ്പോൾ എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഞാൻ ഭയങ്കര ദേഷ്യം എൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഈ ഉടമ്പടിയിലൂടെ വന്നതോടുകൂടി എനിക്ക് വളരെ ശാന്തമായും സമാധാനമായിട്ടും ദേഷ്യമെല്ലാം മാറി എല്ലാവരോടും സമാധാനത്തോടു കൂടി പറയാനുള്ള, ഇപ്പോൾ ഓഫീസിലാണേലും വീട്ടിലാണേലും സുഹൃത്തുക്കളോടാണേലും അങ്ങനെ ഒരു ജീവിതത്തിൽ വലിയൊരു മാറ്റം എനിക്ക് അനുഭവിച്ചു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കൃത്യമായിട്ട് ഉടമ്പടിയിലായിരിക്കുവാണെങ്കിൽ ഏത് പ്രതിസന്ധികൾ എന്നെ പഠിപ്പിച്ചതും ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായൊരു കാര്യമാണ്. ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കൃത്യമായിട്ട് ഉടമ്പടി പാലിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് പ്രതിസന്ധി വന്നാലും ആ സമയങ്ങളിൽ മാതാവിൻ്റെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം, എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളൊരു സന്ദേശമല്ല, നമ്മളെ മനസ്സിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് കിട്ടും. ആ ഒരു രീതിയിൽ ജീവിക്കുകയാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം. ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം ഉടമ്പടിയോട് കൂടിയുള്ള ജീവിതമായിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണേ, തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു ആഗ്രഹമാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അത്യാവശ്യം ഫീൽഡിലായിരിക്കുന്നതുകൊണ്ട് രോഗികളെ പറ്റുന്ന സമയങ്ങളിലൊക്കെ പോകുന്നുണ്ട്, കാണുന്നുണ്ട്, സഹായിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ആത്മീയ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പേപ്പറുകൾ, പത്രം എല്ലാ വീടുകളിലും കൊടുക്കാൻ പറ്റുന്ന, ഇപ്പം ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിലേക്കൊക്കെ ആണെങ്കിൽ മലയാളികളായിട്ടുള്ള, ഞാൻ മലയാള പത്രമാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെഡിസിൻസൊക്കെ അയക്കുന്ന കൂട്ടത്തിൽ ഡോക്ടേഴ്സിനൊക്കെ അയക്കുന്ന സമയത്ത് നമ്മളങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ അതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയ വഴി സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, അല്ലെ പുതിയതായിട്ട് പരിചയപ്പെടുന്ന വിശ്വാസത്തിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാവർക്കും അത് മീഡിയ വഴി അയച്ചു കൊടുക്കാറുണ്ട്, സ്റ്റാറ്റസായിട്ടും അല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലേക്ക് വന്നാൽ പള്ളിയിലെല്ലാ ഞായറാഴ്ചയും പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നില്ല. ഒരു 4 വർഷമായിട്ട്, പ്രത്യേകിച്ചും 1 വർഷമായിട്ട് കൃത്യമായിട്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ ഇവിടെ അല്ലെങ്കിലും എവിടെയാണേലും പള്ളി ഉള്ള സ്ഥലത്താണെങ്കിൽ കുർബാനയിൽ പങ്കെടുക്കും. അത് നിർബന്ധമാണ്. അങ്ങനെയുള്ള ആത്മീയ ജീവിതത്തിൽ ഇപ്പം നയിച്ചു വരുന്നു. സങ്കീർത്തനം 37:5 നിൻ്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ബെന്നി ജോസഫിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടുള്ള ഒരു സാക്ഷ്യാനുഭവം നാം കേൾക്കുകയായിരുന്നു. ബെന്നിയുടെ ജീവിതത്തിൽ ഇത് 2ാമത്തെ സാക്ഷ്യ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇക്കഴിഞ്ഞ 4 വർഷങ്ങളായി ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള എല്ലാ മാധ്യസ്ഥത്തിനും സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുകയായിരുന്നു. ഈ സാക്ഷ്യത്തിൽ അദ്ദേഹം വിവരിക്കുന്നത്, എനിക്ക് ലോൺ അത്യാവശ്യമായ ഒരു സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും കൃത്യമായി പാലിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് ഒരു വലിയ ഉറപ്പുണ്ടായിരുന്നു. ജോസഫ് അച്ഛൻ്റെ ദാർശനികമായ ആ ടോക്കുകളെല്ലാം അദ്ദേഹം കൃത്യമായി മനസ്സിലേറ്റുകയും അച്ഛൻ പറയുന്നത് പോലെ തന്നെ നീ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും പരിശുദ്ധ അമ്മ നിൻ്റെ സന്നിധിയിലേക്ക്, നിൻ്റെ അരികിലേക്ക് ഒരാളെ എത്തിച്ചു തരും, ഒരാളെ അയച്ചു തരും. അദ്ദേഹം അതിൽ കൃത്യമായി വിശ്വസിക്കുകയും തൻ്റെ ഉടമ്പടി ജീവിതം വളരെ വിശ്വസ്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമായി അദ്ദേഹത്തിന് 1 വർഷക്കാലം, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തനിക്ക് വളരെ ദീർഘമായൊരു കാലഘട്ടം കാത്തിരിക്കേണ്ടിയിരുന്നു. ആ കാലഘട്ടത്തിനിടയിലാണ് തൻ്റെ ആത്മീയമായ വളർച്ച വരേണ്ടിയിരുന്നു. തൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളെല്ലാം വന്നു.
താൻ ആത്മീയമായി ഈശോയോടും പരിശുദ്ധ അമ്മയോടും തൻ്റെ കുടുംബക്കാരോടും കുടുംബത്തിലുള്ളവരോടും ബന്ധുക്കളോടും അയൽക്കാരോടുമെല്ലാം വളരെയധികം ആത്മീയമായി അടുത്തപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം തൻ്റെ തിരുക്കുമാരനോട് പറയാൻ വളരെ എളുപ്പമായി. അങ്ങനെ വളരെ അകലെയിരുന്ന അല്പം പോലും ഒരു സുഹൃത്ത് എന്ന് പറയാൻ സാധിക്കാത്ത, ഒരടുപ്പമില്ലാത്ത ഒരു സുഹൃത്ത് വളരെ അകലങ്ങളിൽ നിന്ന് വിളിച്ച് സംസാരിച്ച് ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിനുള്ളിൽ തൻ്റെ ലോണിൻ്റെ പൈസ അടയ്ക്കുവാനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത് സഹായിക്കുന്ന ഒരു വലിയ കൃപാസന മാതാവിൻ്റെ സാമീപ്യത്തെക്കുറിച്ചാണ് ഈ സാക്ഷി നമ്മോട് വിവരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് തൻ്റെ തിരുക്കുമാരനെയാണ്, ഈശോയെയാണ്. എവിടെ നിന്നാണ് നമ്മുടെ സഹായങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നിറവേറപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്കൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. കാരണം ഈശോ പറയുന്നു, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നാം ദൈവരാജ്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഉടമ്പടി. ഇത് ഒട്ടും തന്നെ മറ്റുള്ള തിരുസഭയുടെ തീരുമാനങ്ങളിൽ നിന്നോ പഠനങ്ങളിൽ നിന്നോ അകലെയല്ല. ഇത് എല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും തൻ്റെ ആത്മീയ വളർച്ചയും ദൈവവുമായുള്ള ആ ബന്ധം വളരെ അടുത്തു കഴിഞ്ഞാൽ പിന്നെയെല്ലാം നമുക്ക് സഹിക്കുവാനും മനസ്സിലാക്കുവാനും സാന്ത്വനപ്പെടുത്താനും സഹായിക്കുവാനുമെല്ലാം സാധിക്കുന്ന ഒരു വലിയ ജീവിത രീതിയാണ് ഈ ഉടമ്പടി എന്നുള്ളത്. ഉടമ്പടിയിലായിരിക്കുന്ന ഈ ബെന്നി ജോസഫിൻ്റെ മനോഹരമായ സാക്ഷ്യത്തിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനും ഈശോ നൽകിയ കൃപകൾക്കും വലിയ നന്മയും അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.